ഇന്ത്യ ഒട്ടാകെ ദുൽഖർ സൽമാൻ എന്നുള്ള ഒരു അഭിനേതാവിന്റെ പേര് മുഴങ്ങിക്കേട്ട കുറച്ച് ആഴ്ചകളാണ് കടന്നുപോയിക്കൊണ്ടിരുന്നത്. ആദ്യം ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന സിനിമയുടെ നിർമ്മാതാവ്, അഭിനേതാവ് എന്നുള്ള നിലയിലായിരുന്നു ദുൽഖർ തലക്കെട്ടുകൾ സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നത്. ഏകദേശം 30 കോടി മുതൽ മുടക്കിൽ നിർമ്മിച്ച ഡൊമിനിക് അരുൺ സംവിധാനം ചെയ്ത സിനിമ 270 കോടിയിലധികം വാരി മലയാളത്തിലെ ഏറ്റവും പുതിയ ഇൻഡസ്ട്രി ഹിറ്റായി മാറിയിരിക്കുകയാണ് ആ സിനിമ. നിർമ്മാതാവ് എന്ന റോളിന് പുറമെ ചിത്രത്തിൽ ഓഡിയൻ ചാർലി എന്ന റോളിൽ ദുൽഖർ ക്യാമിയോ വേഷത്തിലും തകർത്താടിയിട്ടുണ്ടായിരുന്നു. ഓപ്പറേഷൻ നുംഖറിന്റെ ഭാഗമായി ഡ്യൂക്യുവിന്റെ 2 വാഹനങ്ങൾ പിടിച്ചെടുത്തതായാണ് ലഭിക്കുന്ന വിവരം. ഭൂട്ടാനിൽ നിന്ന് ക്രമവിരുദ്ധമായി വാഹനങ്ങൾ കടത്തിക്കൊണ്ടുവന്ന് ഇന്ത്യയിൽ രജിസ്ട്രേഷൻ നടത്തുന്ന കാര്യം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് കസ്റ്റംസ് നടത്തിയ റെയ്ഡിലാണ് ദുൽഖറിന്റെ വാഹനങ്ങൾ അടക്കം പിടികൂടിയിട്ടുണ്ടായിരുന്നത്. ഇന്ത്യൻ സൈന്യത്തിന്റെ പേരിലും അമേരിക്കൻ എംബസി ഉൾപ്പെടെയുള്ളവരുടെ പേരിലും വ്യാജ രേഖകൾ ചമച്ചും പരിവാഹൻ വെബ്സൈറ്റിൽ കൃത്രിമം നടത്തിയും വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ നടന്നിട്ടുണ്ട് എന്ന് കസ്റ്റംസ് കമ്മീഷണർ വ്യക്തമാക്കിയിരുന്നു. സംസ്ഥാനത്ത് ഇത്തരത്തിൽ 200ഓളം വാഹനങ്ങൾ എത്തിയിട്ടുണ്ട് എന്നും ഇതിൽ 36 എണ്ണം പരിശോധനയിൽ കസ്റ്റംസ് അറിയിച്ചിട്ടുണ്ട്. ശരിയായ മാർഗത്തിലല്ല എത്തിച്ചിരിക്കുന്നത് എന്ന് ബോധ്യമായതിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധനകൾ നടത്തിയതും വാഹനങ്ങൾ പിടികൂടിയത് എന്നും കമ്മീഷണർ ടി രാജു പറഞ്ഞിരിക്കുകയാണ്. നടൻ ദുൽഖർ സൽമാനെ കൂടാതെ അമിത് ചക്കാലക്കിന്റെ വാഹനങ്ങളും പിടികൂടിയിട്ടുണ്ടായിരുന്നു. വാഹനങ്ങൾ പിടികൂടിയ നടന്മാർ രേഖകളുമായി നേരിട്ട് ഹാജരാകാൻ സമൻസ് നൽകുമെന്ന് അധികൃതർ പറഞ്ഞിട്ടുണ്ട്. വാഹന ഇറക്കുമതിയുടെ പിന്നിൽ കൃത്രിമം നടന്നത് നടന്മാരുടെ അറിവോടെയാണോ എന്ന് പരിശോധിക്കാൻ കൂടി വേണ്ടിയാണ് നടന്മാരെ വിളിപ്പിക്കുന്നത്. തുടർ നടപടികൾ ഇതിനു ശേഷം മാത്രമായിരിക്കും. ദുൽഖറിന്റെ 2 വാഹനങ്ങളാണ് കസ്റ്റംസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. അതിൽ ഒന്ന് ലാൻഡ് റോവർ ഡിഫൻഡർ ക്ലാസിക് ആണ് എന്നാണ് ലഭിക്കുന്ന വിവരം. ഈ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ നമ്പർ TN01AS0155 ആണ് എന്നുള്ളതാണ് വെളിപ്പെടുത്തൽ. ഈ വാഹനത്തിന്റെ 3ാമത്തെ ഉടമയാണ് ദുൽഖർ സൽമാൻ. ലാൻഡ് റോവർ ഡിഫൻഡറിന്റെ പുതിയ തലമുറയും പഴയ തലമുറയും സ്വന്തമാക്കുന്ന ഏക നടനായിരുന്നു ദുൽഖർ സൽമാൻ. പിതാവ് മമ്മൂട്ടിക്ക് ഹൈ എൻഡ് ന്യൂജൻ കാറുകളോട് പ്രിയം വെച്ചത് പുലർത്തുമ്പോൾ അപൂർവമായി കണ്ടുവരുന്ന ക്ലാസിക് കാറുകൾ വാങ്ങിക്കൂട്ടുന്നതിൽ ദുൽഖറിന് ഹരം തന്നെയാണ്. 28 വർഷം പഴക്കമുള്ള വാഹനത്തിന് 2038 വരെയാണ് ഫിറ്റ്നസ് ഉള്ളതായി പരിവാഹൻ സൈറ്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ചട്ടമനുസരിച്ച് ഇത്ര പഴക്കമുള്ള വാഹനങ്ങൾക്ക് 5 വർഷം വരെ മാത്രമാണ് ഫിറ്റ്നസ് അനുവദിക്കുന്നത്. അതേസമയം ആർമി വാഹനങ്ങൾക്ക് 15 വർഷത്തേക്ക് ഫിറ്റ്നസ് നൽകാറുണ്ട് എന്ന് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. ദുൽഖറിന്റെ കൈവശമുള്ളത് ആർമി വാഹനമാണ് എന്നുള്ളതിൽ വ്യക്തതയില്ലാത്തതിനാൽ തന്നെ അന്വേഷണം വേണ്ടിവരുമെന്ന് കസ്റ്റംസ് പറഞ്ഞതായി വിവിധ മലയാള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. പിടികൂടിയ ദുൽഖറിന്റെ 2ാമത്തെ വാഹനത്തിനെ കുറിച്ചുള്ള വിവരങ്ങൾ അജ്ഞാതമായി തുടരുക തന്നെയാണ്. ഇത് പഴയ തലമുറ നിസാൻ പെട്രോൾ ആണ് എന്നുള്ളതാണ് ചില റിപ്പോർട്ടുകൾ പറയുന്നത്. തെലുങ്കിൽ പോയി ദുൽഖർ 100 കോടി അടിച്ച ബ്ലോക്ക് ബസ്റ്റർ ചിത്രം ലക്കി ഭാസ്കറിലെ പ്രധാന കഥാപാത്രങ്ങളിൽ ഒന്നുകൂടി തന്നെയായിരുന്നു ഈ നിസാൻ പെട്രോൾ. ജാപ്പനീസ് വാഹന നിർമ്മാതാക്കളുടെ ഐതിഹാസിക SUV ആയ പെട്രോളിന്റെ 1993 മോഡലാണ് ഇത്. Y60 എന്ന കോഡ് നാമത്തിൽ അറിയപ്പെടുന്ന കാറിന്റെ പെട്രോൾ മോഡലാണ് ദുൽഖറിന്റെ പക്കലുള്ളത് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരവും. പെട്രോളിന്റെ 4ാം തലമുറ മോഡൽ 88 മുതൽ 98 വരെയാണ് വിപണിയിൽ എത്തിയത്. 3 ലിറ്റർ, 4.2 ലിറ്റർ പെട്രോൾ, 2.8 ലിറ്റർ, 4.2 ലിറ്റർ ഡീസൽ എഞ്ചിനുകൾ വാഹനത്തിൽ ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിടിച്ചെടുത്ത വാഹനങ്ങൾക്ക് പുറമെ മിയാമി ബ്ലൂ നിറത്തിലുള്ള പോർഷെ 911 GT3, റോസോ റുബിനോ മെറ്റാലിസ്റ്റോ റെഡ് ഷെയ്ഡിലുള്ള ഫെറാറി 296 GTB, സ്റ്റീൽ ഗ്രേ ഫിനിഷിലുള്ള 2002 BMW M3 തുടങ്ങിയ ശ്രദ്ധേയമായ ആഡംബര കാറുകളും ദുൽഖറിന് സ്വന്തമായിട്ടുണ്ട്. സമീപകാലത്ത് ഇന്ത്യയിൽ തരംഗമായിരുന്ന ഫോക്സ് വാഗൺ ഗോൾഫ് GTA എന്ന പെർഫോമൻസ് ഹാച്ചും ദുൽഖർ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു.